ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് യാദൃശികമായിട്ട് ആരുടെയൊക്കെ മുന്നിലേക്കാണോ ഈ ഒരു റീഡിംഗ് എത്തുന്നത്, നിങ്ങളുടെ ഒരു എനർജി ലെവലാണ്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി, അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയിലേക്ക് എന്താണ് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ, അത് ഏത് രീതിയിലാണ്, എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാവിധ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസും അവസാനിച്ചു കഴിഞ്ഞു, പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഇതൊന്നും തന്നെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യരുത്. കാരണം നിങ്ങൾ എന്താണോ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്നത് ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹൈ പ്രീസ്റ്റിയസ്, 8 of swords, strength, magician, Queen of Cups, the Empress, 4 of Swords, the Tower energy, 3 of Cups, 9 of Pentacles, 2 of Pentacles, King of Swords, Knight of Swords, 10 of Cups, 9 of Wands, the Chariot, 2 of Swords, Judgment energy. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വോൺസ് ആണ്. ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ആരുടെയൊക്കെ മുന്നിലേക്കാണോ എത്തുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു രീതിക്കും എങ്ങും തന്നെ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ എന്നാൽ അറ്റപ്പറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ കാണുന്നത്. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടു കൂടി ആ ഒരു വിഷ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നേടാനായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബാഡ് കർമാസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിച്ചിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് തിരിച്ചടികൾ കാര്യങ്ങളൊക്കെ ലഭിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കാം, ആരോഗ്യപരമായ കാര്യങ്ങളിലോ. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ലവ് എന്നുള്ള മീനിങ് മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു റിലേറ്റീവ്സ്, ബന്ധുക്കള്, എന്താ പറയാ, കുട്ടികള്, കുടുംബം, മക്കള്, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിന്നും ഒരു വേദന സഹിച്ചു നിൽക്കുന്നവരായിരിക്കാം. ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ തകർച്ചയോ ഫിനാൻഷ്യൽ ലോസോ ഒക്കെ വന്നു നിൽക്കുന്നവരാണെങ്കിൽ, ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ എല്ലാ രീതിക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേരിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പുനർജന്മം ഇവിടെ ലഭിക്കാനായിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു റീബർത്ത് ആണ് വരുന്നത്, അതും ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ്ങോട് കൂടി. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങളോട് യൂണിവേഴ്സ് ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ തിരിച്ചറിയുക. കാരണം നിങ്ങൾ എന്താ പറയാ, ഒരു കഴിവും ഇല്ലാത്തവരല്ല. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഏൽക്കേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ആഘാതം കൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് മാറിയിരിക്കുന്നത്. നിങ്ങൾക്കിനി ഒന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതൊന്നും വരില്ല, ആ ഒരു രീതിയിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിനെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത്
പുറത്തേക്ക് കൊണ്ടുവരിക. ആരും നിങ്ങളെ പിടിച്ച് കെട്ടി വെച്ചിട്ടില്ല. നിങ്ങളുടെ തോന്നല് മാത്രമാണ് ആരൊക്കെയോ നിങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കൂ. നിങ്ങളുടെ intuition ആ ഒരു സമയത്ത് വർക്ക് ചെയ്ത് തുടങ്ങും. നിങ്ങളുടെ intuitionനോട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ ആരും തന്നെ വെച്ചിരിക്കുന്നതല്ല. നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങളുടെ emotionsനെ control ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക. ആ ഒരു strength ലേക്ക് self love ലേക്ക് വരേണ്ട കൃത്യമായ ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഇവിടെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ magician energy ആണ് miracle ആണ് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ manifest ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് miracle പോലെ കടന്നു വരാൻ പോവുകയാണ്. അതിപ്പോ എത്രത്തോളം struggling ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഒരുപാട് തടസ്സങ്ങളുള്ള കാര്യമാണെങ്കിൽ പോലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ലഭിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സൈൻസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ യൂണിവേഴ്സൽ സൈൻ ആയിട്ടായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തുന്നത്. ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസ് അങ്ങനെ ഏഞ്ചൽസിന്റെ അതായത് യൂണിവേഴ്സിന്റെ ഒരുപാട് സൈൻ നിങ്ങളിലേക്ക് എത്തും. യൂണിവേഴ്സൽ സൈൻ മാത്രമല്ല യൂണിവേഴ്സൽ സൈൻ എന്നുള്ളത് എല്ലാത്തിന്റെയും ഒരു മുന്നോടിയായിട്ട് നിങ്ങളിലേക്ക് തരുന്ന അറിയിപ്പാണ്. നിങ്ങൾ correct ആയിട്ടുള്ള ഒരു പാത്തിലൂടെ പോവുക അല്ലെങ്കിൽ ആ ഒരു correct ആയിട്ടുള്ള പാത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു strength നിങ്ങളുടെ energy തിരിച്ചറിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരിക. കാരണം കുറച്ച് പേര് ഇപ്പോഴും ഈ ഒരു എനർജിയിൽ ഇങ്ങനെ ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പുറത്തു വരിക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിളിങ് നേരിട്ടവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം ഒരു ഗുഡ് കർമ്മയുടെ രൂപത്തിൽ നീതിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണിത്. സ്നേഹബന്ധത്തിന്റെ കാര്യത്തില് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ നേരിട്ടിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ജഗ്ലിംഗ് എനർജി എന്ന് വെച്ചാൽ സമ്പത്തൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ചിലവർക്ക് കിട്ടാനുള്ള സമ്പത്തിന്റെ കാര്യത്തിൽ തൊട്ടരികെ വരെ എത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ കിട്ടുന്നില്ല. അതിങ്ങനെ ആടി ഉലഞ്ഞ് പോവാണ്. ജോലിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആടിയുലച്ചിലുകളുടെ കാര്യങ്ങളായിരിക്കും. ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എല്ലാ കാര്യങ്ങളിലും. അതുപോലെ തന്നെ മുമ്പിലുണ്ട് എന്ന് വെച്ചാൽ വായുടെ അടുത്ത് വരെ വന്നു കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അങ്ങനെ നിൽക്കുന്ന വ്യക്തികളും ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജീനെ നിങ്ങൾ increase ചെയ്യുക എന്നുള്ളത് പറഞ്ഞല്ലോ. നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വൈകാരികപരമായിട്ടുള്ള രീതിയിൽ മാത്രമല്ലാതെ നിങ്ങൾ ബുദ്ധിപൂർവ്വം കൂടെ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. നിങ്ങളുടെ കാര്യത്തിന് കുറച്ച് value നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ മറ്റൊരാളിലേക്ക് മാത്രമായിട്ട് ഒരു അഡിക്ഷനിലേക്ക് പോകാതിരിക്കുക. അതിവിടെ ഒരു കിട്ടിയിരിക്കുന്ന ഗൈഡൻസ് ആണ്. കാരണം എപ്പോഴാണോ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മുതലാണ് പുറത്തു നിന്നുള്ള ആരാണെന്നുണ്ടെങ്കിലും അവരും നിങ്ങളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു വെറുപ്പ് നിങ്ങൾക്കൊരു കഴിവുമില്ല നിങ്ങൾക്കൊന്നും നല്ലത് വരില്ല എന്ന് സ്വയം ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എനർജി നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തികളാണ്. കാരണം നിങ്ങൾ ഭയങ്കരമായ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ പഠിക്കണമായിരുന്നു. ഇപ്പൊ ഈ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ നിങ്ങളെയും ഇപ്പോഴത്തെ നിങ്ങളെയും വെച്ചിട്ട് നിങ്ങൾ compare ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെച്യൂരിറ്റി ഒക്കെ ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നതായിട്ട് സ്വയം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾ പണ്ട് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു എടുത്തുചാട്ടം കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാനായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയാനും നിങ്ങളുടെ എനർജി ഇൻക്രീസ് ചെയ്ത് നിങ്ങളൊരു ബാലൻസിങ്ങിലേക്ക് വരാനുമുള്ള യൂണിവേഴ്സിന്റെ ഒരു തീരുമാനം തന്നെ ആയിരുന്നു അത് എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ ആരുടെ പുറകെയാണോ ഓടിക്കൊണ്ടിരുന്നത് അവര് നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോയിട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാ രീതിക്കും ഒരു സങ്കടകരമായ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മരണതുല്യമായ വേദനയിൽ ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള ചിന്തയിൽ മുന്നോട്ടേക്കുള്ള ഓരോ കാര്യങ്ങളും ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ആ ഒരു പാസ്റ്റിനെ ഇപ്പോഴും ഭയന്നൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു ഭയത്തിനെ എല്ലാം മറികടന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് വരിക. ചില കാര്യങ്ങളിൽ കണ്ണടച്ച് തന്നെ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്.
അത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് ഞാനിവിടെ ആദ്യമേ പറഞ്ഞു എന്ന് മാത്രം. ആ ഒരു ഗൈഡൻസ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ ഇവിടെ പറഞ്ഞു വരാം. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നിങ്ങളുടെ ഒരു കറണ്ട് എനർജി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ ലോ എനർജിയിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈയിലേക്ക് വരിക. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ഹൈയിലേക്ക് പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ ആണ് നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു 80% ആൾക്കാരിലും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിലേക്കായിരിക്കും വളരെ പെട്ടെന്ന് അട്രാക്ട് ആവുന്നത്. മറ്റു വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരാണ് കുറച്ചുകൂടെ പുറത്തേക്ക് വരേണ്ടത്. നിങ്ങളുടെ ആ ഒരു എനർജീനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആണിത്. ആ ഒരു ഗുഡ് കർമ്മയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പ്രകാശം തേടിയുള്ള യാത്രയിലായിരുന്നു. ഒരുപാട് വേദനകൾ മനസ്സിൽ ഒതുക്കി ആരോടും ഒന്നും പറയാൻ പറ്റാതെ ഷെയർ ചെയ്യാൻ പറ്റാതെ സ്വയം വേദനിച്ചു പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ ആ ഒരു വിജയമാണ് വരാൻ പോകുന്നത്. ജോലി നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ജോബ് ഓഫർ വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് വിവാഹം മുടങ്ങി പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് വിവാഹം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. അത് നിങ്ങളുടെ ഒരു വിവാഹത്തിന് തന്നെയുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. വിവാഹം എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരാനായിട്ട് പോവുകയാണ്. പ്രഗ്നൻസിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ പോയവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. വിവാഹം, കുട്ടികള്, കുടുംബം അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി ആയിട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. എല്ലാ രീതിയിലും സന്തോഷകരമായ ഒരു പരിസമാപ്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹം, ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ ഒഴുകിയെത്തുന്ന സമയമാണ്. അപ്പൊ നിങ്ങളെ വേദനിപ്പിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവര് നിങ്ങളിലേക്ക് തിരിച്ചുവരവിന് ഒരുങ്ങുന്ന ഒരവസ്ഥ കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിലും ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എന്തിന്റെ പുറകെയാണോ പോയത് ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന്റെ പുറകെ ആയിരിക്കാം പോയിരിക്കുന്നത്. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും ഒരു അഡിക്ഷനിലേക്ക് പോയവരായിരിക്കാം. അപ്പൊ എങ്ങനെ സിറ്റുവേഷനിലേക്ക് പോയവരാണെന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകി അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ സ്പ്രെഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി യൂണിവേഴ്സിന്റെ എനർജിയുമായിട്ട് ഇപ്പൊ കണക്റ്റഡ് ആണ്. ഇതുവരെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നത് ആ ഒരു ആഗ്രഹം ഇപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണിത്. പകുതി വെച്ച് നിങ്ങൾ നിർത്തിക്കളയരുത്. ഇപ്പൊ ചിലവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇത്രയും നാള് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, മാനിഫെസ്റ്റ് ചെയ്തു, എന്നിട്ടും എനിക്കത് നടന്നില്ല, ഇനി ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈം ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എത്രത്തോളം സ്ട്രഗിളിങ്സ് നിറഞ്ഞ ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ചിലവരുടെ കേസിൽ വലിയ കാര്യങ്ങളായിരിക്കാം. അപ്പൊ നാളെ തന്നെ നിങ്ങൾക്ക് അത് കിട്ടുന്നു എന്നുള്ളതല്ല, അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നാളെ മുതൽ വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾക്കത് നഷ്ടപ്പെടില്ല. കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ന്യായമായിട്ടുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ പോസിറ്റീവ് സൈൻസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാനും സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയ പേഴ്സൺ അവർ ആരാണെന്നുണ്ടെങ്കിലും തിരിച്ചു വരവിനായിട്ട് ഒരുങ്ങുന്ന സമയമാണ്. നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിന്റെ സ്ട്രെങ്ത് വീണ്ടെടുക്കാൻ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടി അപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് നിങ്ങളെയും അട്രാക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ പേഴ്സണിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ ഒരു ഈഗോയോ കാര്യങ്ങളോ ഒക്കെ ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തെങ്കിലുമൊക്കെ അഡിക്ഷനിലേക്ക് പോയ വ്യക്തികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷൻസ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് മാറിയിരിക്കുന്ന സമയമാണിത്.
കാരണം നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം, സപ്പോർട്ട് ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു നിമിഷമായതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും ഇപ്പൊ തിരിച്ച് ആഗ്രഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബാഡ് കർമ്മ ഇവിടെ അവസാനിച്ചപ്പോ നിങ്ങളെ വേദനിപ്പിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ അവർ ആ ഒരു കർമ്മ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അത് പല പല രീതിയിലായിരിക്കാം. ചിലവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്ന് വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയോ ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ presence ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി സ്വന്തമായിട്ട് തന്നെ effort എടുക്കുക എന്നുള്ളൊരു mentality യിലേക്ക് അവർ വന്നിരിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് attract ആവുന്ന positive ആയിട്ടുള്ള ഒരു energy തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ person എന്ന് പറയുന്നത് നിങ്ങളുടെ husband ഓ wife ഓ ആകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു commitment ആഗ്രഹിച്ച് നിന്നിട്ട് പകുതി വെച്ച് നിന്നു പോയ ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ lovers ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇതൊരു long term ആയിട്ട് strong ആയിട്ടുള്ള ഒരു foundation build ചെയ്ത് ആ ഒരു happiness നിലനിർത്തി ഒരു family ആയിട്ട് തന്നെ നിങ്ങളെ മുന്നോട്ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഒരു family energy ആണ്. അതും വൈകാരികപരമായിട്ട് എല്ലാ രീതിയിലും നിറഞ്ഞ കപ്പുകളാണ്. നിറഞ്ഞ സ്നേഹവുമായിട്ട് തന്നെയാണ് അവർ കടന്നു വരുന്നത്. കഴിഞ്ഞു പോയിരിക്കുന്ന പാസ്റ്റിലെ പ്രശ്നങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്താണ്. എവിടെയാണോ അവർ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച് പോയത് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളാണ് ഇതുവരെ ചേസ് ചെയ്ത് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ ഈ ഒരു രീതിയിലേക്ക് വന്നിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ആ ഒരു മോശ സമയം അവസാനിച്ചിരിക്കുന്നതും. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളോ മക്കളോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു കുടുംബത്തിന്റെ ഒത്തുചേരലാണ് കാണുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള കുടുംബം മാത്രമല്ല, നിങ്ങളുടെ മക്കളോ വീട്ടുകാരോ അതായത് റിലേറ്റീവ്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്നവർ ഇപ്പൊ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ വന്ന് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള സ്നേഹം എല്ലാം ഇവരിലേക്ക് വളരെയധികം ക്ലാരിറ്റിയോട് കൂടി എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് അവരായിട്ട് എഫേർട്ട് എടുത്ത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും നിങ്ങൾക്കിടയിൽ ഒരു സെലിബ്രേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നു വരാനായിട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് പെന്റക്കിൾ എനർജി ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടും നിങ്ങൾക്കൊരു ജോലിയോ അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ചയോ ഒന്നും ഇതുവരെ നേടാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിന് ഇപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിനെല്ലാം തന്നെ ആ ഒരു പോസിറ്റീവ് സൈൻ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ ജോലി നോക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ആടി ഉലയുന്ന അവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ട് മാറ്റങ്ങൾ വന്നിട്ട് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു ഉയർച്ച കൈവരാനായിട്ട് പോവുകയാണ്. സാമ്പത്തിക ഉയർച്ച. നിങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കടമൊക്കെ വാങ്ങിപ്പോയി കടന്നു കളഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് ആ ഒരു കടം വാങ്ങിയ പണമൊക്കെ തിരികെ ഏൽപ്പിക്കാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വെറുതെ ഇരിക്കുക എന്നുള്ള എനർജി അല്ല. നിങ്ങളുടെ എനർജീനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. കാരണം നിങ്ങൾ ബുദ്ധിപൂർവ്വം കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പണത്തിന്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ വരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അത് നേടാനായിട്ട്. പക്ഷെ നിങ്ങളൊന്ന് പതുക്കെ ബാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേ എനർജിയോട് കൂടി ഒന്നുകൂടെ ശ്രമിക്കുക. കാരണം ഈ ഒരു എനർജി വന്നിരിക്കുന്ന സ്പ്രെഡ് നിങ്ങൾക്ക് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്കത് ഒരു രീതിയിലും നഷ്ടപ്പെട്ടു പോകാതെ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ കൺട്രോൾ ചെയ്യണം. ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഡൗൺ സ്റ്റേജിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാതെ കുറച്ച് പുറത്തേക്ക് വരിക. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കണ്ണടച്ച് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്കൊന്നും പോവാതെ നിങ്ങൾ കണ്ണടച്ച് തന്നെ തീരുമാനം എടുക്കണം. കാരണം നിങ്ങളുടെ തീരുമാനത്തിന് ഒരു വാല്യൂ കിട്ടുന്ന സമയമാണിത്. ഇതുവരെ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അതിൽ ഗുണമൊന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന വാല്യൂ അവർ തരുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല. ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന സമയമാണ്. അപ്പൊ ആ ഒരു ജഡ്ജ്മെന്റ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജി ഇവിടെ ഇൻക്രീസ് ആവുകയാണ് യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടി. അപ്പൊ നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അട്രാക്ട് ആവുന്നത്. കാരണം നെഗറ്റിവിറ്റിയുടെ ടൈം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അത് തിരിച്ചറിയുക നിങ്ങൾ എന്നുള്ള ഒരു എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന ആ ഒരു കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ പോലും പോസിറ്റീവ് ആയിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ അതെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഭയങ്കരമായ ഒരു മിസ്സിംഗ് എനർജി ഇവിടെ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഒരു ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ ഈ റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. നീതിപൂർവ്വം നിങ്ങളിലേക്ക് പെരുമാറാനും, നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് സ്ട്രോങ് ആയിട്ട് ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. അപ്പൊ എല്ലാ രീതിയിലും വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. കണക്ട് ആവുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു പോസിറ്റീവ് എനർജീനെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്നുള്ളത് കൂടെ നോക്കാം. ഓൾറെഡി നമുക്കിവിടെ ഒരു ഗൈഡൻസ് കിട്ടിയിരുന്നു, നിങ്ങളുടെ എനർജീനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം യൂണിവേഴ്സൽ ഗൈഡൻസ് കൂടെ നോക്കാം. ബി അസർട്ടീവ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് കാര്യത്തിൽ ഉറച്ചാണോ ഇതുവരെ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്, അതാണ് ആ ഒരു മജീഷ്യൻ എനർജി അവിടെ കാണിച്ചത്. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ആയി നടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഒരു കാരണവശാലും നിങ്ങൾ ബാക്കിലേക്ക് പോവാതെ ബി അസർട്ടീവ്, ഉറച്ചു തന്നെ ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ. കാരണം നിങ്ങളിലേക്ക് അത് നടക്കേണ്ട കാര്യമാണ്. അതിൻ്റെതായ ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം വന്നെത്തി എന്നുള്ളൊരു ഗൈഡൻസ് ആദ്യമേ തന്നെ വന്നിട്ടുണ്ട്. ഇൻ ദ നിയർ ഫ്യൂച്ചർ peaceful resolution, meditation brings answers, the situation will improve, success, forgiveness, ask your angels. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് ബി അസർട്ടീവ് നമുക്ക് വന്നിരുന്നു, ഇൻ ദ നിയർ ഫ്യൂച്ചർ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമീപ ഭാവിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ആവാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്പ്രെഡ് പോലും ആ ഒരു രീതിയിലാണ്. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ എനർജിയിൽ വളരെ പെട്ടെന്ന് കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വേദനകൾക്കെല്ലാം പീസ്ഫുൾ റെസൊല്യൂഷൻ ആണ്, സമാധാനപരമായ ഒരു പരിഹാരം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ ഇരുന്നോളൂ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ഇംപ്രൂവ് ആകാനായിട്ട് പോവാണ്. ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ്, ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ആണ്. ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം കൈവരാൻ പോകുന്നു. സക്സസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ എല്ലാവരുടെ മുന്നിലും അവഗണിക്കപ്പെട്ടവരാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അവിടെ ഒരു പരിഗണന ലഭിക്കാൻ പോവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ച് കാണിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഫോർഗീവ്നെസ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയ വ്യക്തികളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ച് കടന്നു പോയ വ്യക്തികളൊക്കെ ഒരു ഫോർഗീവ്നെസ്സുമായിട്ട്, ക്ഷമാപണവുമായിട്ട് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കും. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ആണ്. ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് എന്നുള്ളതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സും ആസ്ക് യുവർ ഏഞ്ചൽസ് ആണെന്നുണ്ടെങ്കിലും സെയിം മീനിങ് ആണ്. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകും.
നിങ്ങളുടെ ലൈഫിലേക്ക് ആരെങ്കിലുമൊക്കെ ക്ഷമാപണമായിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥന, വിശ്വാസം മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കും. അവരോട് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത്. കാരണം വേദന സഹിച്ചിരിക്കുന്ന നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കാണ് അറിയാവുന്നത് ഏത് രീതിയിൽ വേണം അത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അവരോട് ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വലുതാവുക തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന, വിശ്വാസം, മാനിഫെസ്റ്റേഷന്റെ മറ്റൊരു മീനിങ് ആണ് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ. നിങ്ങളുടെ പ്രാർത്ഥന, വിശ്വാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ എന്നുള്ളൊരു മുന്നറിയിപ്പാണത്. ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ് ആണ് ലൈഫിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ നിങ്ങൾ വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകണം. സ്പിരിച്വൽ കണക്ഷനിലേക്ക് നന്നായിട്ട് നിൽക്കുക. കാരണം പ്രാർത്ഥനകളെല്ലാം തന്നെ യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾക്കായിട്ട് കിട്ടിയിരിക്കുന്ന ഗൈഡൻസ്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരൊറ്റ പോയിന്റ് കിട്ടുന്നത്, നിങ്ങൾ വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതേ വിശ്വാസത്തോടു കൂടി കണ്ടിന്യൂ ചെയ്തോളൂ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് പോവുകയാണ്. അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈം ആണ് നിങ്ങളുടെ ലൈഫിൽ വന്നെത്തി നിൽക്കുന്നത്. അത് അങ്ങോട്ട് സ്റ്റാർട്ട് ആവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പെയിന് കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗൈഡൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരു റീഡിംഗ് ആയിട്ടാണെന്നുണ്ടെങ്കിലും വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ അന്നേരവും കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആയിട്ട് തന്നെ എനർജിയെ ക്ലെയിം ചെയ്തെടുക്കുക. അപ്പൊ വീണ്ടും നാളെ നമുക്ക് നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.